Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്ത് ഇംഗ്ലീഷ് സെക്കൻഡ് ചാപ്റ്റർ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്, ഒരു ഷോർട്ട് സമ്മറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന്. സോ നമ്മൾ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഫസ്റ്റ് തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ എന്താണ് ഇതിൽ കൊടുക്കേണ്ടത്, എന്താണ് എഴുതേണ്ടത് എന്നുള്ള എല്ലാ പോയിൻറ്റ്സും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ദ സ്റ്റോറീസ് കോണ്ടെക്സ്റ്റ്. ദ നറേറ്റീവ് റിവോൾവ്സ് അറൗണ്ട് സെൽമ ലാഗർലോഫ്സ് റിഫ്ലെക്ഷൻസ് ഓൺ റിസീവിംഗ് ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1909. ഈ ആഖ്യാനം ചുറ്റിത്തിരിയുന്നത് അല്ലെങ്കിൽ അത് നടക്കുന്നത് സെൽമ ലാഗർലോഫിൻ്റെ പ്രതിഫലനങ്ങളിലൂടെയാണ്, ചിന്തകളിലൂടെയാണ്. എന്തിനെ പറ്റിയിട്ടുള്ളതാ? 1909 അവർക്കൊരു നൊബേൽ സമ്മാനം കിട്ടി ലിറ്ററേച്ചറിന്. അപ്പോൾ അത് റിസീവ് ചെയ്യാൻ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ചിന്തകളൊക്കെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഗ്രേറ്റിറ്റ്യൂഡാണ്, നന്ദി. ദ തീം ഓഫ് ഗ്രേറ്റിറ്റ്യൂഡ് ഇസ് സെൻട്രൽ as Selma expresses her deep appreciation for the people and experiences that have shaped her life and writing career. ഇതിലൊരു നന്ദി പ്രകടനമാണ് നമുക്ക് കാണാൻ പറ്റുക. ആരാണ് നന്ദി പ്രകടിപ്പിക്കുന്നത്? സെൽമയാണ്. അത് ആരോടൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ജീവിത കാലയളവിൽ അവളെ സ്വാധീനിച്ച വ്യക്തികൾ, അനുഭവങ്ങൾ, അവളുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി, അവളുടെ റൈറ്റിംഗ് കരിയറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി, രൂപപ്പെടുത്താൻ വേണ്ടി ആരൊക്കെയാണോ സഹായിച്ചത് അവരോടൊക്കെ ഉള്ളൊരു നന്ദി പ്രമേയമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ദെൻ നെക്സ്റ്റ് വൺ, ഇമാജിനറി മീറ്റിംഗ് വിത്ത് ഫാദർ. ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തൻ്റെ മരണപ്പെട്ടു പോയ ഫാദറിനെ വീണ്ടും കണ്ടുമുട്ടുകയും തൻ്റെ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യുന്ന ഒരു പോർഷൻ. Selma imagines meeting her deceased father in heaven. ഡിസീസ്ഡ് എന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ചു പോയത്. ഓക്കെ, തൻ്റെ മരണപ്പെട്ടു പോയ ഫാദർ എവിടെയുണ്ട്? ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. അപ്പോൾ നേരെ സ്വർഗത്തിൽ പോയിട്ട് അച്ഛനെ കാണുന്നതും അച്ഛനോട് ഈ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വിചാരമാണ്, ഒരു ഇമാജിനേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. where she discusses her feelings of indebtedness. എന്ത് പറയാനാണ് പോകുന്നത്? സമ്മാനം കിട്ടി, നോബൽ സമ്മാനം കിട്ടി എന്നുള്ള സന്തോഷം മാത്രം പ്രകടിപ്പിക്കാനല്ല, അവളുടെ കടപ്പാടറിയിക്കാനും കൂടിയാണ്. ഇൻഡെപ്റ്റഡ്നെസ് ടു ഹിം, അദ്ദേഹത്തോടും, ആൻഡ് അതേഴ്സ്, അദ്ദേഹത്തെ പോലെ മറ്റുള്ളവരോടും, ആരൊക്കെയാണോ അവരെ സഹായിച്ചത് അവരോടൊക്കെയുള്ള കടപ്പാട് വീട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡെപ്റ്റ് ടു ഫാദർ. എങ്ങനെയാണ് അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഷീ acknowledges her father's significant influence. അവൾ acknowledges, അംഗീകരിക്കുന്നുണ്ട്. എന്താണ്? തൻ്റെ അച്ഛൻ്റെ സവിശേഷമായ സ്വാധീനം, തൻ്റെ അച്ഛൻ എത്രത്തോളം തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓൺ ഹർ ലവ് ഫോർ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റൈറ്റിംഗ്. ഏതൊക്കെ കാര്യത്തിൽ? കഥ പറച്ചിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി. ഇത്രമാത്രം ഒരു കഴിവ് തന്നിലേക്ക് എത്തണമെങ്കിൽ അതിനാരും കൂടെ സഹായിച്ചിട്ടുണ്ട്? അച്ഛൻ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ അവളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലിയാണ് നെക്സ്റ്റ് നമ്മൾ ഓർക്കേണ്ടത്. സെൽമാസ് ഫാമിലി, പെർട്ടിക്കുലർലി ഹർ ഫാദർ, ഇൻസ്റ്റിൽഡ് ഇൻ ഹർ എ ലവ് ഫോർ ലിറ്ററേച്ചർ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. അച്ഛനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ അച്ഛനെ പറ്റി ഒന്നും കൂടെ ഓർക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടും അച്ഛനോടാണ് അവൾക്ക് കടപ്പാട്, അമ്മയോടും കടപ്പാടുണ്ട്. ദെൻ പെർട്ടിക്കുലർലി അച്ഛനോടാണ്. കാരണം ലിറ്ററേച്ചറിൻ്റെ ലോകത്തേക്ക്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ലോകത്തേക്ക് അവളെ എത്തിച്ചത് അച്ഛനാണ്. അവളിലേക്ക് ഈ സ്നേഹം ഇൻസ്റ്റിൽ ചെയ്തത്, കുത്തി നിറച്ചത്, സന്നിവേശിപ്പിച്ചത് അച്ഛനാണ്. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് നേച്ചർ. നേച്ചർ ഹാസ് ബീൻ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ഇതിനകത്ത് പ്രകൃതി ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ, പ്രചോദനത്തിൻ്റെ ഒരു മാർഗമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്റ്റോറീസ് ഫോർ സെൽമ ടീച്ചിങ് ഹർ അബൌട്ട് ബ്യൂട്ടി, മാജിക് ആൻഡ് വണ്ടർ. കാരണം സെൽമയെ ഭംഗിയെ പറ്റി, ബ്യൂട്ടിയെ പറ്റി, മാജിക്കിനെ പറ്റി, വണ്ടറിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചത് ഈ ഒരു
റോളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേച്ചർ ഹാസ് ബീൻ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് സ്റ്റോറീസ് ഫോർ സൽമ, ടീച്ചിങ് ഹർ അബൌട്ട് ബ്യൂട്ടി, മാജിക് ആൻഡ് വണ്ടർ. നെക്സ്റ്റ് വൺ, importance of friends. Selma's friend SLD played a crucial role in believing in her when others didn't. മറ്റാരും വിശ്വസിക്കാതിരുന്ന കാലത്ത് തന്നെ ഏറ്റവും അധികം വിശ്വസിച്ചത്, അത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് അല്ലേ അവളുടെ കൂടെ നിന്നത് SLD ആയിരുന്നു. ആൻഡ് പ്രൊവൈഡിങ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. അവൾ എന്ത് ചെയ്തു? സൽമ ലാഗർലോഫിന് ഒരു പിന്തുണയും പ്രോത്സാഹനവും നൽകിയിരുന്നു. നെക്സ്റ്റ്, ഫാദേഴ്സ് ലെഗസി. സൽമാസ് ഫാദർ ഹാസ് എ ലെഫ്റ്റ് ലാസ്റ്റിംഗ് ലെഗസി ഇൻ ഹർ ലൈഫ് അല്ലേ. വലിയൊരു പാരമ്പര്യമാണ് അച്ഛൻ അവൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? പകർന്നു കൊടുത്തിരിക്കുന്നത്. ഇൻഫ്ലുവൻസിങ് ഹർ റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് തീംസ്. അവരുടെ എഴുത്തിൻ്റെ രീതിയെ തന്നെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിപാദ്യങ്ങളെപ്പോലും സ്വാധീനിക്കാൻ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. ദെൻ റൈറ്റിംഗ് ആസ് എ വേ ഓഫ് ലൈഫ്. ഫോർ സൽമ, റൈറ്റിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്രൊഫഷൻ ബട്ട് എ വേ ഓഫ് ലൈഫ്. അവരെ സംബന്ധിച്ചിടത്തോളം റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തൊഴിൽ മാത്രമല്ല, ഒരു പ്രൊഫഷൻ മാത്രമല്ല, ഒരു ജീവിത രീതിയും കൂടിയാണ്. ഡീപ്ലി കണക്റ്റഡ് ടു ഹർ എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ്. അത് അവരുടെ അനുഭവങ്ങളുമായും അവരുടെ വികാരങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് അക്നോളജിങ് ഇൻഫ്ലുവൻസസ് മറ്റൊരു പോയിൻ്റാണ്. ദെൻ ഷീ അക്നോളജസ് ദ വേരിയസ് ഇൻഫ്ലുവൻസസ് ദാറ്റ് ഹാവ് ഷേപ്ഡ് ഹർ റൈറ്റിംഗ് ഇൻക്ലൂഡിങ് ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് നേച്ചർ അല്ലേ. അവളുടെ സ്വഭാവത്തെയോ അവളുടെ കലയെയോ അവളുടെ ലിറ്ററേച്ചർ സാഹിത്യത്തെയോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണമായിട്ടുള്ള എല്ലാത്തിനെയും അവൾ അംഗീകരിക്കുന്നുണ്ട്. അത് വ്യക്തികളാണെങ്കിലും ശരി, അത് മറ്റെന്താണെങ്കിലും ശരി, അവളതിനെ അംഗീകരിക്കുന്നു, ഓർക്കുന്നു. ദെൻ മെസ്സേജ് ഓഫ് ഗ്രേറ്റിറ്റ്യൂഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. സെൽമാസ് നാരേറ്റീവ് കൺവേസ് എ മെസ്സേജ് ഓഫ് ഗ്രേറ്റിറ്റ്യൂഡ്, എൻകറേജിങ് റീഡേഴ്സ് ടു അപ്രീഷിയേറ്റ് ദ പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ഹാവ് ഷേപ്ഡ് ദെയർ ലൈഫ്സ്. നമുക്കൊക്കെ ഒരു ഉപദേശം കൂടിയാണ്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒരു ഓർമ്മിപ്പിക്കലും കൂടിയാണ് അവർ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ് എവിടെയെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല അതിന് കാരണക്കാരെന്നും അതിനൊരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെന്നും കൂടി അവരെന്ത് ചെയ്യാണ്? ഇതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സെലിബ്രേറ്റിംഗ് ലൈഫ് ജേർണി. അൾട്ടിമേറ്റ്ലി ഡെപ്സ് ഓഫ് ഗ്രേറ്റിറ്റ്യൂഡ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ജേർണി. ആത്യന്തികമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഡെപ്സ് ഓഫ് ഗ്രേറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജീവിതയാത്രയുടെ ഒരു ആഘോഷമാണ്. വിത്ത് ഓൾ ഇറ്റ്സ് കോംപ്ലക്സിറ്റീസ്, ജോയ്സ് ആൻഡ് ചാലഞ്ചസ്. അതിനകത്ത് നിന്നുണ്ടായിരിക്കും സന്തോഷം ഉണ്ടായിരിക്കും, വെല്ലുവിളികളുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, പ്രശ്നങ്ങളുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. എല്ലാം നിറഞ്ഞതാണെന്നാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത്. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യങ്ങൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്വീഡിഷ് അക്കാഡമി. സെൽമ താങ്ക്സ് ദ സ്വീഡിഷ് അക്കാഡമി ഫോർ ട്രസ്റ്റിംഗ് ഹർ and recognizing her work with a Nobel Prize. So, സ്വീഡിഷ് അക്കാഡമി തന്നെ വിശ്വസിച്ചതിലും അവളെ തിരിച്ചറിഞ്ഞതിലും ഉള്ള നന്ദി, കാരണം നോബൽ സമ്മാനത്തിന് തന്നെ പരിഗണിച്ചതിലുള്ളൊരു സന്തോഷമാണ് അവൾ അവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഇതിലൊരു മെയിൻ പോയിൻ്റായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഓർക്കേണ്ടത് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. റിസീവിങ് ദി നോബൽ പ്രൈസ് brings a sense of responsibility to continue writing with integrity and purpose. അപ്പോൾ അവാർഡുകൾ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആവുകയാണ്. പെർട്ടിക്കുലർലി ഒരു നൊബേൽ പ്രൈസ് കിട്ടുമ്പോൾ അത് തന്നിലുള്ള ഉത്തരവാദിത്വം, എഴുത്തിലുള്ള ഉത്തരവാദിത്വം കൂട്ടുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു കണ്ടിന്യൂ റൈറ്റിംഗ്, അവളുടെ എഴുത്തിനെ തുടരാനും വിത്ത് ഇൻറ്റഗ്രിറ്റി ആൻഡ് പേർപ്പസ്, അഖണ്ഡതയോടും ലക്ഷ്യബോധത്തോടും കൂടെ ഇത് തുടരാൻ അവളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹ്യൂമിലിറ്റി. സെൽമാസ് നറേറ്റീവ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ് അർത്ഥം. സെൽമയുടെ ഒരു സ്വഭാവം നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ വിനയം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവൾ കഴിഞ്ഞു പോയതൊന്നും അവൾ മറന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആസ് ഷീ അക്നോളജസ്
the many sources of inspiration that have shaped her writing. കാരണം അവൾ അംഗീകരിക്കുന്നുണ്ട് തന്നെ ഈ വിധത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾ ഓർക്കുന്നു. നെക്സ്റ്റ് വൺ, ഗ്രേറ്റിറ്റ്യൂഡ് ടു സ്റ്റോറി ടെല്ലേഴ്സ്. പിന്നെ അവൾ പറയുന്നത് ഷീ ഫീൽസ് ഇൻഡെപ്റ്റഡ് ടു ഓൾഡ് സ്റ്റോറി ടെല്ലേഴ്സ്. അവൾക്ക് ചെറുപ്പകാലത്തുമൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്ത സ്റ്റോറി ടെല്ലേഴ്സിനെ അവൾ ഓർക്കുന്നു, അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഹു ഫിൽഡ് ഹർ ചൈൽഡ്ഹുഡ്. അവരാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തെ ഒരു വർണ്ണപൂരിതമാക്കിയത് വിത്ത് വണ്ടേഴ്സ് ആൻഡ് മാജിക്, അല്ലേ? വണ്ടർ, അത്ഭുതം കൊണ്ടും അതേപോലെ മാജിക് കൊണ്ടും. അപ്പോൾ അവരോട് നന്ദി അവൾ അറിയിക്കുന്നു. ദെൻ അപ്രീസിയേഷൻ ഫോർ ലൈഫ്. Selma's story is a celebration of life, love and the power of imagination. സെൽമയുടെ കഥ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ആഘോഷമാണ്? ലൈഫ്, ലവ്, പിന്നെ പവർ ഓഫ് ഇമാജിനേഷൻ. കാരണം അച്ഛൻ്റെ അടുത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇമാജിനേഷനിലൂടെ പോകുന്നതാണ്. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലിങ്ങനെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? അപ്പോൾ അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ദെൻ റിഫ്ലെക്ഷൻ ഓൺ സക്സസ്. ഷീ റിഫ്ലെക്ട്സ് ഓൺ ദി നേച്ചർ ഓഫ് സക്സസ്. നമുക്ക് വിജയം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, അല്ലേ? നല്ല കാലം വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ചീത്തകാലം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഇത്രയും സന്തോഷകരമായ ഒരു അനുഭവം അവർക്കുണ്ടായപ്പോൾ അവരതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്നോളജിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഇതെൻ്റെ മാത്രം നേട്ടമല്ല, അല്ലേ? ബട്ട് ഓൾസോ ദ സപ്പോർട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പിന്തുണ കൂടിയാണ്. എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇക്കണ്ട കാലം സഹായിച്ച, സ്വാധീനിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം നേട്ടമാണിതെന്നാണ് അവരോർക്കുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറീസ്. Memories and experiences have played a significant role in shaping Selma's writing and personality. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറുപ്പം തൊട്ട് ഓരോരോ കാര്യങ്ങൾ അവൾ ഓർത്തിരിക്കുന്നുണ്ട്. സോ ആ ഓർമ്മകളും അനുഭവങ്ങളുമാണ് സെൽമയുടെ എഴുത്തിനെയും അവളുടെ പേഴ്സണാലിറ്റിയെയും വ്യക്തിത്വത്തെയും വാർത്തെടുക്കാൻ സഹായിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം.